വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മുടെ KS പരീക്ഷ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രിലിംസിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് കാറ്റഗറി നമ്പർ 001 2025 നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോട്ട് പ്രിലിംസ് 14/6/2025 നടന്നിരുന്നു. അപ്പോൾ പ്രിലിംസ് പാസ്സായ ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിതായിട്ട് സ്ക്രോൾ ചെയ്യുകയാണ്. ഇത് KS സ്ട്രീം 1ലെയാണ്. അപ്പോൾ ഇതിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് KS സ്ട്രീം 2 നോക്കണം, അതുപോലെ തന്നെ KS സ്ട്രീം 3യും നോക്കണം. അപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റിൽ ആകെ 308 പേരെയാണ് PSC എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കട്ട് ഓഫ് നന്നായിട്ട് കൂടിയിട്ടുണ്ടാകും. കണ്ടോ, കട്ട് ഓഫ് 116.76 മാർക്കാണ്. അപ്പോൾ ഈ ഒരു മാർക്ക് ആണ് KS സ്ട്രീം 1ന് PSC നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് കൂടുതലാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇനി നമുക്ക് സ്ട്രീം 2ൻ്റെ ഷോർട്ട് ലിസ്റ്റ് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് പ്രൊവിഷണൽ എലിജിബിലിറ്റി ലിസ്റ്റ് നമ്മുടെ സ്ട്രീം 3 ആണ്. സ്ട്രീം 3 ആണ് ഇപ്പോൾ വന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2ലോട്ട് പോകാം. അപ്പോൾ സ്ട്രീം 3ൽ ഇതാ ഉൾപ്പെട്ട ആളുകൾ പ്രിലിംസ് പാസ്സായവരുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്ട്രീം 3ൽ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ ആകെ അതിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 158 പേരാണ്. ഏകദേശം സ്ട്രീം 1ൻ്റെ പകുതിയാണെന്നെങ്കിൽ വേണമെങ്കിൽ പറയാം. അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 82.22 മാർക്കാണ്. ഇനി നമുക്ക് ഇത് സ്ട്രീം 3യുടേതാണ്. ഇനി നമുക്ക് അറിയേണ്ടത് സ്ട്രീം 2ൻ്റെയാണ്. നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രീം 2 KS സ്ട്രീം 2ൻ്റെ പ്രിലിംസ്, അതായത് കാറ്റഗറി നമ്പർ 002ൻ്റെ പ്രിലിംസ് പാസ്സായവരുടെ രജിസ്റ്റർ നമ്പറുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ കാണാം. ഇവരാണ് ഇനി ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാൻ യോഗ്യത നേടിയവർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിത് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി സ്ട്രീം 2 മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 211 പേരെ എടുത്തിട്ടുണ്ട്. സ്ട്രീം 1ൽ 300 സംതിങ്, സ്ട്രീം 2ൽ 200 സംതിങ്, സ്ട്രീം 3ൽ 150 സംതിങ് ആണ്. അപ്പോൾ ഇത്രയാണ് ആളുകൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും കൂടി നമുക്കറിയണം. സ്ട്രീം 2ൻ്റെ കട്ട് ഓഫ് മാർക്ക് കൂടുതലാണ്, 102.25 മാർക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലായിട്ടാണ് തോന്നുന്നത്. കാരണം വാക്കൻസി ഈ പ്രാവശ്യം കുറവാണ്. പക്ഷേ ഇത് വളരെ കുറവായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? അതായത് 1ലും 2ലും 3ലും ഉൾപ്പെടുത്തിയ ആളുകളെ വാക്കൻസി കുറവാണ് എന്നുള്ളത് അവിടെ ഉണ്ട്. പക്ഷേ ഇത്രയും ആൾക്കാരെ മാത്രമാണോ ഈ ഒരു KS പോലത്തെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് മെയിൻസ് എഴുതാൻ യോഗ്യത നേടിയവരായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കെടുക്കുക. കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം. താങ്ക് യു.